എല്ലാവർക്കും നമസ്കാരം. ആനയുടെ ആക്രമണത്തിൽ പരിക്കുപറ്റി 2 പേരെ ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വെറ്റിലപ്പാറ സ്വദേശികളായിട്ടുള്ള രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മകൻ ഫോറസ്റ്റ് സ്റ്റാഫാണ് ജിഷ്ണു എന്ന് 2 പേരാണ് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വാച്ചുമരം പാലത്തിന് സമീപമായിട്ടാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായത്. ആന തുമ്പിക്കോലിൻ്റെ അടിക്കുകയായിരുന്നു. ഇവർ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണു. ഇവർക്ക് മുട്ടും അതുപോലെ തന്നെ തോളലിൻ്റെ ഭാഗത്തൊക്കെ പരിക്കുകളുണ്ട്. ഇത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ ജിഷ്ണു ഫോറസ്റ്റ് സ്റ്റാഫാണ്. അപ്പോൾ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട അവധി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഷോളയാർക്ക് പോയി വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആന വളരെ തൊട്ടടുത്തായിരുന്നു എന്നാണ് ഈ ജിഷ്ണു, മകനായിട്ടുള്ള ഫോറസ്റ്റ് സ്റ്റാഫായിട്ടുള്ള ജിഷ്ണു പറഞ്ഞത്. അതിനേക്കാളേറെ വേദനാജനകമായ മറ്റൊരു കാര്യം കൂടി, അപകടത്തിൽ പരിക്ക് പറ്റിയ ആനയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ അച്ഛനായിട്ടുള്ള രാജേഷ് നമ്മളോട് JFS മീഡിയയോട് പറഞ്ഞത് ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് വളരെ ദയനീയമായിട്ടുള്ളൊരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ്. കാരണം ഇത് അവരെ ആംബുലൻസ് വിളിച്ച് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ റേഞ്ചല്ല, ഇനി ആന ആക്രമിച്ചു എന്ന് പറയരുത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം എന്നാണ് മുക്കുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ജോസഫ് പറഞ്ഞു എന്ന് ഈ ആനയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ അച്ഛനായിട്ട് രാജേഷ് JFS മീഡിയയോട് പറഞ്ഞിട്ടുള്ളത്. അത്തരം ഒരു വേദനാജനകമായ വാർത്ത കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു 2 പേരും ഇപ്പോൾ ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ ഫോറസ്റ്റിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആള് 5 ദിവസമായിട്ട് ലീവ് എടുത്തിട്ട് പോയിട്ട് സാറന്മാർ പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വരുമ്പോൾ ആന വന്ന് ഒരു വളവിൽ വന്ന് വാച്ചുമരം പാലം കഴിഞ്ഞിട്ട് അങ്ങനെ വൈഫ് കൊണ്ട് വരുമ്പോൾ ആന റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു വഴി തുമ്പിലേക്ക് അങ്ങനെ അടിച്ചിട്ടു. രാജേഷ് എൻ്റെ വീട് വെറ്റിലപ്പാറ. ഞങ്ങൾ ശരിക്കും പ്രോപ്പർ ഷോളയായിരുന്നു. പുത്തൻ വീട്ടിൽ എത്ര വയസ്സ്? എനിക്ക് 47 വയസ്സ്. എപ്പോഴുണ്ടായിരുന്നു? ഒരു 8-8:30. ഞങ്ങൾ അവിടുന്ന് വന്ന് ചോര എടുത്ത് ഫോറസ്റ്റുകാർ കുറേ നേരം വിളിച്ചു. ഫോണിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ സാറേ എന്നെ മാതിരി പറഞ്ഞു ഞങ്ങളുടെ റേഞ്ചല്ല എന്ന് പറഞ്ഞു. മുക്കുമ്പ സ്റ്റേഷൻ, അത് വാഴച്ചാർ റേഞ്ച്. അത് തൽക്കാലം നിങ്ങളെ ഇപ്പോൾ വന്ന് കൈയും കാര്യം ചോര വലിക്കണം. സാറ് കണ്ടോ ഇതുമാതിരി ചോര വലിച്ചിട്ടും അവർ ചോരയിട്ടിട്ട് അതിന് ലാസ്റ്റ് അവർ കൈയും കാര്യം വിളിച്ചു. എന്നിട്ട് തന്നെ പുളിലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് നടക്കുന്നതാണ്. അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ച് പോകണം പറഞ്ഞു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടിക്കാരൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. കിട്ടാണ്ട് ഞങ്ങൾ ലാസ്റ്റ് കൈ കാര്യം വിളിച്ചു. അപ്പോൾ അവർ വരും വഴിക്ക് ഞങ്ങളോട് പറഞ്ഞു ആന തട്ടിയെന്ന് പറയണ്ട, എന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആന നിങ്ങൾ തട്ടിയെന്ന് പറയണ്ട, ആന തട്ടിയെന്ന് നിങ്ങൾ പറയണ്ട, അത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് കൊണ്ടുവന്നു. ലാസ്റ്റ് അവരോട് ഞങ്ങൾക്ക് പറയേണ്ടി വന്നു. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ എത്തണ്ടേ, ഇതുമാതിരി ചോര ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവിടുന്ന് പിന്നെ അതിരപ്പള്ളി എത്തിയിട്ട് നമുക്ക് കാര്യം ചെയ്ത സാധനങ്ങൾ അതിരപ്പള്ളി വരെ കൊണ്ടു നോക്കാൻ പറഞ്ഞു. അതിരപ്പള്ളി എത്തിയിട്ട് വണ്ടിക്ക് ഇവിടുന്ന് 108 അവർ ഫോൺ ചെയ്തു. ആളുടെ പേര് ജിഷ്ണു, എൻ്റെ മോനാണ്. ജിഷ്ണു. അപ്പം നിങ്ങൾ വണ്ടിമേന്ന് വേണം.